ചേട്ടൻ ഭയങ്കര രസമായിട്ടിരുന്ന് കാണുക കേട്ടോ, ഭയങ്കര രസത്തോടിരുന്ന് കാണുക. കാണുന്നത് ദൃശ്യം 3 എന്ന് പറയുന്ന സിനിമയാണ്. ഇന്ന് മെയ് 26, ചിത്രം ഇറങ്ങിയത് മെയ് 21 ലാലേട്ടൻ്റെ പിറന്നാൾ ദിവസത്തിൽ. കഴിഞ്ഞ ദിവസമാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇത് മെയ് 25 റിലീസ് ചെയ്ത് 4-ാം ദിവസം, ഒരു വീക്കെൻഡ് കഴിഞ്ഞതേ ഉള്ളൂ. ചേട്ടൻ ഭയങ്കരമായിട്ടൊന്ന് ആസ്വദിച്ചിരുന്നു ദൃശ്യം 3 കാണുക. ഫോണിൽ പച്ച വെളിച്ചത്തിൽ ഇത്രയും ആളുകളുടെ മുന്നിൽ ട്രെയിനിലിരുന്ന് കാണുന്നതിൻ്റെ വേറൊരു പ്രശ്നം എന്താണെന്ന് അറിയാം, ഇതൊന്നും ചെയ്യുന്നത് ക്രൈമാന്ന് പോലും ഇവർക്ക് മനസ്സിലാവുന്നില്ല എന്ന് ആലോചിക്കുമ്പോഴാണ് വിഷമം. കഴിഞ്ഞ ദിവസം നമ്മളൊരു സ്റ്റോറി ചെയ്തതാണ് ദൃശ്യം 3യുമായി ബന്ധപ്പെട്ട്. ദൃശ്യം 3യുടെ ടെലഗ്രാമിൽ ഉൾപ്പെടെ പുറത്തു വന്നിരുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ പലരും പറഞ്ഞൊരു കാര്യം, അറിയാത്ത ജനങ്ങളെപ്പോലും നിങ്ങൾ അറിയിച്ചില്ലേ എന്നുള്ളതാണ്. എല്ലാവരും അറിഞ്ഞു, ഞങ്ങൾ അറിയിച്ചിട്ട് വേണ്ടോന്നുമല്ല ആളുകൾ അറിയാൻ. എന്തായാലും ടെലഗ്രാമിൽ ഉൾപ്പെടെ വൈഡ് സ്പ്രെഡ് ആയതിനു ശേഷമാണല്ലോ വാർത്തയായിട്ട് ഞങ്ങൾ പുറത്തു വിട്ടത്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇതൊരു തമിഴ്നാട് സ്വദേശിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ വീഡിയോ ആണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതൊരാൾ മാത്രമല്ല, ഇഷ്ടം പോലെ പേര് ഇത് കാണുന്നുണ്ട്. ഇത് ടെലഗ്രാമിലൂടെയും ഓൺലൈൻ സൈറ്റുകൾ, തമിഴ് MV പോലുള്ള സൈറ്റുകൾ ഉൾപ്പെടെ ഇതിൻ്റെ ഫയൽ ഓർക്ക് 1080 പിക്സൽസിൽ വരെ ഈ ഫയല് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതാണ് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുതിയ സിനിമയാണ്, പുതുതായി റിലീസ് ചെയ്ത സിനിമയാണ്. അത് ആലോചിച്ച് നോക്കുക. അജയൻ്റെ 2-ാം മോഷണം ഇതുപോലൊരു സിറ്റുവേഷനിൽ ട്രെയിനിൽ ഇതുപോലെ ആളുകൾ കണ്ടുകൊണ്ടിരുന്ന കാര്യം നമ്മൾ കഴിഞ്ഞ സ്റ്റോറിയിലുണ്ട്. നിങ്ങൾ കഴിഞ്ഞ സ്റ്റോറി പോയി കണ്ടാൽ മനസ്സിലാവും. ഇന്നലെ നമ്മൾ പറഞ്ഞ കാര്യമാണ്. വീണ്ടും ട്രെയിന്, ബസ്, പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇതൊക്കെ ഇരുന്ന് കാണുക. തെറ്റാണെന്ന് പോലും മനസ്സിലാവാതെ ഇരുന്നങ്ങ് ആസ്വദിക്കുക. തിയേറ്റർ പ്രിൻ്റ് ഇവിടെയാണ്. ഈ റിവ്യൂവേഴ്സിൻ്റെ കാര്യത്തെ പറ്റി 2 അഭിപ്രായം ഉണ്ടാവും. പക്ഷേ ഇക്കാര്യത്തിൽ എനിക്ക് ഒറ്റ അഭിപ്രായമുള്ളൂ. ഇത് കാണരുത്. ഇതിലെന്താണ് ഇത്ര ചർച്ച ചെയ്യാതിരിക്കുന്നത്, എന്താണ് സംസാരിക്കുള്ളൂ, ഇതൊന്നും കാണാൻ പാടില്ല. ഇത് കാണുന്നവരുണ്ടെങ്കിൽ കാണുന്നവരോട് പറയുക, ചേട്ടാ നിങ്ങൾ ചെയ്യുന്നത് ക്രൈമാണ്. ഇത് ഷൂട്ട് ചെയ്ത് പുറത്തു വന്നു കഴിഞ്ഞാൽ ഇത് ചെയ്യുന്നത് ക്രൈമാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പോലീസ് നിങ്ങളുടെ പേരിൽ കേസെടുക്കാൻ കഴിയും എന്ന് മനസ്സിലാക്കാനോ പറഞ്ഞു കൊടുക്കാൻ പോലും ഈ പൊതുസമൂഹത്തിൽ ആളില്ല. പക്ഷെ തെറ്റ് ഇതെല്ലാവർക്കും അറിയാം, ഇത് കാണുന്നവർക്കും അറിയാം. പക്ഷെ എന്താ, എല്ലാവരും കാണുന്നുണ്ടല്ലോ, ഇത് ഷെയർ ചെയ്യുന്നുണ്ടല്ലോ, അയാൾ കാണുന്നുണ്ടല്ലോ, ഇയാൾ കാണുന്നുണ്ടല്ലോ, പിന്നെ എനിക്ക് എന്താ ചെയ്താൽ എന്നാണ് ചിന്തിക്കുന്നത്. ഒരു സിനിമയല്ലേ, ഞാൻ കൊലപാതക കുറ്റവും ചെയ്തിട്ടില്ലല്ലോ, ഞാൻ മോഷണമൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഒരു സിനിമയല്ലേ കണ്ടുള്ളൂ. ഇത് ക്രൈമാന്ന് പോലും നമ്മൾ ക്രൈമാന്ന് എത്ര വട്ടം ഇതുപോലെ പറയുന്നത്. അതിന് വീഡിയോ എവിഡൻസ് ആയിട്ടും കൂടി ഇപ്പോൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ വലിയ സിനിമകൾക്ക് മാത്രമേ, ഇപ്പോൾ സ്വാഭാവികമായിട്ട് വലിയ സിനിമകൾക്കാകുമ്പോഴേക്കും അതനുസരിച്ചുള്ള ആളുകളുടെ എണ്ണം കൂടുമെന്നത് മാത്രമേ ഉള്ളൂ. ഇതുപോലെ ചെറിയ സിനിമകൾക്കും സംഭവിക്കുന്നുണ്ട്. അതും നമ്മൾ അഡ്രസ്സ് ചെയ്യണം, എല്ലാം അഡ്രസ്സ് ചെയ്യണം. കാരണം ഇതെല്ലാം പ്രൊഡ്യൂസേഴ്സിൻ്റെ പൈസയല്ലേ. അവർ ചെയ്യുന്നത് സാമൂഹിക സേവനത്തിന് വേണ്ടിയിട്ടൊന്നുമല്ലോ, അവർ ചെയ്യുന്നത് അവർക്കും ബിസിനസ് ഉണ്ടാക്കുക എന്നുള്ള രീതിയിലല്ലേ. അത് തെറ്റായ രീതിയിൽ എന്തിനാണ് പ്രചരിപ്പിക്കുന്നത്? അതുകൊണ്ട് തിയേറ്റർ പ്രിൻ്റുകൾ കാണരുത്, പ്രചരിപ്പിക്കരുത് എന്ന് ഒന്നുകൂടി ആവർത്തിക്കുന്നു. എന്താണ് ഇതിൽ നിന്ന് കിട്ടുന്ന സന്തോഷമെന്ന് മനസ്സിലാവുന്നില്ല, എന്ത് ഹൈ ആണ് ഇതിൽ നിന്ന് കിട്ടുന്നതെന്നും മനസ്സിലാവുന്നില്ല. ഇത് കാണുമ്പോൾ തിയേറ്റർ പ്രിൻ്റ് കൈ കിട്ടി, യെസ്, യെസ് എന്തൊക്കെയാണോ എന്തോ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നിർമ്മാതാക്കളുടെ ഭാഗത്തു നിന്നും ഒരു നടപടിയിലേക്ക് കടക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ആ രീതിയിലേക്ക് കാര്യങ്ങൾ നടന്നാൽ, എന്തെങ്കിലും ശക്തമായ രീതിയിലുള്ളൊരു കാര്യങ്ങൾ നടന്നാൽ, ഒരു IT വകുപ്പ് ആക്ട് എന്തെങ്കിലുമൊക്കെ നടന്നു കഴിഞ്ഞാൽ കുറവുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. പണ്ട് ഭയങ്കരമായിട്ട് വൈഡ് സ്പ്രെഡ് ആയിരുന്നു, ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. പിന്നെ ഇതുപോലുള്ള ആപ്പുകൾ, സൈറ്റിലൊക്കെ ഇതിനൊരു നിരോധനം നടത്താൻ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ കൂടി നടപ്പിലാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയോടുകൂടി വൈറൽ ചായയുടെ ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാവുന്നു. നാളെ പുതിയ വാർത്തകൾ വിശേഷങ്ങളുമായി കാണാം. അതുവരെ ഗുഡ് ബൈ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.